തേനീച്ചക്കൂട് ഡിവൈഡ് ചെയ്യുകയാണ്. റാണി സെല്ല് കിട്ടുന്ന മുറയ്ക്ക് ഓരോ പെട്ടിയിലും റാണി ഇല്ലാത്തതിനെ മാർക്ക് ചെയ്ത് അതിന് റാണി സെല്ല് കൊടുക്കും. ഇത് ഒരു കൂടാണ്. അതിൽ തേനെടുത്തു മുട്ട, ബ്രൗൺ കളർ മുട്ട ഇച്ചിരി വെച്ച് കൊടുത്തു ആ പുതിയ ബോക്സിൽ. എന്നിട്ടിത് ഇപ്പോൾ അടച്ച് വെക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റാണിമുട്ട വെച്ച് കൊടുക്കും. റാണിമുട്ട വെക്കേണ്ടതിനൊക്കെ ഏതെങ്കിലും കൂട്ടിൽ നിന്ന് റാണിമുട്ട എടുത്ത് വെച്ച് കൊടുക്കും. തേനെടുത്തതാണ് ലൈവായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കൂട് ബ്രൗൺ കളർ മുട്ട, ഇതിനകത്ത് റാണിയുണ്ട്. ഈ ബ്രൗൺ കളർ മുട്ടയ്ക്കകത്ത് റാണി ഇരിപ്പുണ്ട്, കണ്ടതാണ്. ഇതിനകത്ത് റാണിയുണ്ട്. ഇനി ഇതിനകത്ത് റാണിയില്ല. ഇതിനകത്ത് നമ്മളൊരു റാണിമുട്ട ഇവിടെ വെച്ച് കൊടുക്കും. കൂട് പിരിക്കുന്ന കണ്ടോണം. ഇങ്ങനെ ഈ സമാധി മുട്ടയ്ക്ക് അല്പം ലാർവ വെച്ച് കൊടുത്ത് ഇതിങ്ങനെ അങ്ങോട്ട് അടയ്ക്കുന്നു. ഇത് വേറൊരു ബോക്സായിട്ട് ഇത് വേറെ അടയ്ക്കുന്നു. ഇത് കാണാം. ഇതിനകത്ത് റാണിയുണ്ട്. എൻ്റെ വിളവെടുപ്പാണ്. അത്യാവശ്യം മുട്ടയും തേനും എല്ലാം ഉണ്ട്. ഏതാ? അത് പൂമ്പൊടി. അത് പൂമ്പൊടി ഇരിക്കുന്നു. എല്ലാം തേന. ഇത് മുട്ട നന്നായിട്ടുണ്ടല്ലേ. മുട്ടയുണ്ട്, തേനുണ്ട്, ഇതുണ്ട്. തേനുണ്ട്. കട്ടിയിൽ അലുവ മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. കണ്ടോ? നല്ല കട്ടി തേന. റാണിമുട്ട നമുക്ക് കാണാം. ഈ ഈർക്കിൽ ചൂണ്ടി കാണിക്കും. കണ്ടിട്ടില്ലാത്തവർക്ക് റാണിമുട്ട ഈ കാണുന്നതാണ് റാണിമുട്ട. ഈർക്കിൽ കാണിക്കുന്ന ആ പ്രദേശത്തെ ഇതാണ് റാണിമുട്ട. ഈ കാണുന്ന മുട്ടയാണ് റാണിമുട്ട. കൈ തൊടാൻ പാടില്ല. കുറച്ച് മുട്ട കൂട്ടി കോരി എടുത്ത് നമുക്ക് വേറെ കൂട്ടിലോട്ടൊക്കെ കൊടുക്കാം. ഈ മുഴുത്ത മുട്ടയാണ് റാണിമുട്ട. ഈ കാണുന്നത് കൈയൊന്നും തൊടാൻ പാടില്ല. ഇങ്ങനെ മുട്ട വട്ടത്തിൽ കണ്ടിച്ച് എടുത്ത് 10-20 മുട്ടയോ 15 മുട്ടയോ ഒക്കെ ഒന്നിച്ചെടുത്തിട്ട് വേറെ കൂട്ടിലോട്ട് വെച്ച് കൊടുക്കുക. ഈ റാണിമുട്ട ചതയാനൊന്നും പാടില്ല. നമുക്ക് വേറെ കൂട്ടിലോട്ടൊക്കെ മാറ്റണമല്ല. ചില കൂട്ടിൽ 2 കാണും, ചില കൂട്ടിൽ 8 റാണിമുട്ട കാണും, ചിലത് 10, 15, 20, 50, 70 റാണിമുട്ട വരെ കാണുന്ന കൂടുകളുണ്ട്. അത് അപൂർവമാണ്. അങ്ങനെ ഒത്തിരി കൂടുതൽ റാണിമുട്ട കിട്ടുന്നത് 10 താഴെയാണ് സാധാരണ ഓർഡിനറി ആയിട്ട് കിട്ടുന്ന റാണിമുട്ട. 1 മുതൽ 10 വരെയുള്ള റാണിമുട്ടകളായിരിക്കും സാധാരണ കിട്ടുന്നത്. ചില കൂടുകളിൽ എന്നാൽ അപൂർവമായിട്ട് 70 അതിൽ കൂടുതലും നല്ല റാണിമുട്ട കാണാറുണ്ട്. അത് ഒരു പൊതിക്കാത്ത തേങ്ങയുടെ എത്രയും മുട്ടയുള്ള കൂടുകളിലൊക്കെയാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതൊരു പ്രത്യേക ജനുസായിട്ട് നമുക്ക് നേരത്തെ വീഡിയോ കംപ്ലീറ്റ് ആകാൻ ഒത്തില്ലെന്ന് തോന്നുന്നു. ഇത് ആ കൂട് പിരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ദിശയിലോട്ട് വെച്ചിട്ട് വാതിലിരുന്ന വശത്തോട്ട് വെച്ചിട്ട് ഈച്ച കുറച്ച് കയറി കഴിയുമ്പോൾ ഒന്നെങ്കിൽ മറുവശത്തോട്ട് വാതിൽ വെക്കുക, അല്ലെങ്കിൽ 1 കിലോമീറ്റർ അകലോട്ട് ദൂരോട്ട് കൊണ്ടുപോയി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യും. 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററൊക്കെ ദൂരോട്ട് കൊണ്ടുപോയി വെച്ചാൽ കൂടുതൽ നല്ലതാണ്.